2023 ഞങ്ങളുടെ കുടുംബം ഒരു ദുഃഖവാർത്ത അറിഞ്ഞു. അത് ഞങ്ങളുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ച നിമിഷമായിരുന്നു. മമ്മിക്ക് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചു. ഞങ്ങൾ ധൈര്യത്തോടെ അത് നേരിട്ടെന്ന് പറയുന്നില്ല. കാരണം അത്തരം ഒരു വാർത്ത വരുമ്പോൾ ഞങ്ങൾ ഉറച്ചെന്ന് കരുതിയത് പെട്ടെന്ന് തകർന്നു വീഴുന്നത് പോലെ തോന്നി. മമ്മി ഞങ്ങളുടെ ലോകമായിരുന്നു. പെട്ടെന്ന് ആ ലോകം തകർന്നു വീഴുന്നത് പോലെ ഞങ്ങൾ അനുഭവിച്ചു. എന്നാൽ സ്വന്തം വേദനകളുടെ നടുവിൽ തിരുവനന്തപുരം RCCയുടെ ചുവരുകളുടെ ഉള്ളിൽ ചികിത്സയിലായിരിക്കുമ്പോൾ മമ്മിയുടെ ഹൃദയം സ്വയം കേന്ദ്രീകരിച്ചിരുന്നില്ല. തൻ്റെ വേദനയിൽ മുങ്ങിപ്പോകുന്നതിന് പകരം ചുറ്റുമുണ്ടായിരുന്ന വേദനിക്കുന്ന രോഗികളുടെ ദുഃഖം മമ്മിയുടെ ഹൃദയത്തെ സ്പർശിച്ചു. രോഗികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും കണ്ണുനീരും ഭയവും ഏകാന്തതയും വിശപ്പും മമ്മി കണ്ടു. മമ്മി ഒരു സാധാരണ സ്ത്രീ ആയിരുന്നില്ല. 13ാമത്തെ വയസ്സിൽ ഹൈന്ദവ മാർഗത്തിൽ നിന്ന് യേശുവിനെ സ്വീകരിച്ചു, സ്നാനമേറ്റു. ചെറുപ്പം മുതൽ മമ്മി തൻ്റെ ജീവിതം മുഴുവനും യേശു ക്രിസ്തുവിനായി സമർപ്പിച്ചു. തെരുവോരങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു, ജയിലുകളിൽ സന്ദർശിച്ചു, രോഗികൾക്കായി പ്രാർത്ഥിച്ചു. ഒന്നും പ്രതീക്ഷിക്കാതെ അനേകരുടെ ജീവിതത്തിൽ പ്രത്യാശ പകർന്നു. 48ലധികം പ്രാവശ്യം മമ്മി ബൈബിൾ വായിച്ചു തീർത്തു. മമ്മി ഒരു പ്രവാചകയും പ്രാർത്ഥനാ പോരാളിയുമായിരുന്നു. വിശ്വാസം വെറും ഒരു ആചാരമായിരുന്നില്ല, അത് മമ്മിയുടെ ശ്വാസവും ജീവിതവുമായിരുന്നു. എന്നാൽ ഒരു സ്വപ്നം മമ്മിയുടെ മനസ്സിൽ വർഷങ്ങളായി സൂക്ഷിച്ചിരുന്നു. RCCയിൽ രോഗിയായി പ്രവേശിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ അവിടെ ചെന്ന് കഷ്ടപ്പെടുന്നവരുടെ അടുക്കിൽ ഇരിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി പ്രത്യാശ നൽകണം എന്ന ആഗ്രഹം മമ്മി പലപ്പോഴും പങ്കുവച്ചിരുന്നു. പ്രത്യേകിച്ച് ദരിദ്രരോടും വിശക്കുന്നവരോടും സമൂഹം മറന്നവരോടും മമ്മിക്കൊരു പ്രത്യേക ഭാരമുണ്ടായിരുന്നു. 2026 മാർച്ച് മാസം 28-ാം തീയതി മമ്മി കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. എന്നാൽ അതിനു മുമ്പ് ഞങ്ങളോട് ഒരു തീക്ഷ്ണമായ ആഗ്രഹം പങ്കുവച്ചു. വിശക്കുന്നവർക്ക് ആഹാരവും, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രവും, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടവും, നിർധനരായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസവും, അനാഥരെയും വിധവമാരെയും പാർപ്പിക്കുകയും കരുതുകയും എല്ലാം നഷ്ടപ്പെട്ടവരെയും അളവറ്റ കഷ്ടം അനുഭവിക്കുന്നവരുടെയും ജീവിതത്തിൽ പ്രത്യാശയുടെ ദീപമായി മാറുകയും വേണം. ആ വാക്കുകളാണ് ഞങ്ങൾ ആരംഭിച്ച ഈ ദൗത്യത്തിന് പ്രചോദനമായത്. ഇന്നലെ വരെ കണ്ണുനീരാണ് കണ്ടത്, നിന്നയാണ് കണ്ടത്, വിഷമമാണ് കണ്ടത്, അപരാധിയാണ് കണ്ടത്, പരിഭവങ്ങളാണ് കണ്ടത്. എന്നാൽ ആത്മാവ് പറയുന്നു, ആമെ കാണിക്കത്തക്ക നിലവാരങ്ങളിൽ നിന്റെ ദൈവം നീ എന്തിനാണ് ഈ പുസ്തകം എടുത്തതെന്ന്, എന്തിനാണ് ആരാധിച്ചതെന്ന്, ആരെയാണ് സേവിച്ചതെന്ന് നിന്റെ സമൂഹം കാണത്തക്ക നിലവാരങ്ങളിൽ ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ഒരു ദൈവകരം. കൃത്യം 1 മാസം കഴിഞ്ഞ് വിശപ്പുമായി പോരാടുന്ന ആളുകൾക്ക് ഭക്ഷണവുമായി ഞങ്ങൾ വീണ്ടും RCCയിലെത്തി. അവിടെ കണ്ട കാഴ്ച ഞങ്ങളുടെ ഹൃദയത്തെ തകർത്തു. ഒരു നേരത്തെ ഭക്ഷണത്തിനായി ആളുകൾ തള്ളിക്കയറുകയും ഓടിയെത്തുന്നതും അവരുടെ കണ്ണുകളിൽ നിന്ന് വിശപ്പിൻ്റെ വേദനകൾ നിറഞ്ഞിരിക്കുന്നതും ഞങ്ങൾ കണ്ടു. അപ്പോഴാണ് മമ്മി കണ്ട സ്വപ്നത്തിൻ്റെ വ്യാപ്തിയും ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ മഹത്വം ഞങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ യേശുവിൻ്റെ വാക്കുകൾ ഞങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടു. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ട്. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. ഇത് കേവലം ഭക്ഷണ വിതരണം മാത്രമല്ല, ഇത് ലൈല ക്രിസ്തുദാസിൻ്റെ ദർശനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും തുടർച്ചയാണ്. ഞങ്ങളുടെ ആഗ്രഹം ലളിതമാണ്. ഓരോ കഷ്ടപ്പെടുന്ന കുടുംബത്തിൻ്റെയും, ഓരോ വേദനിക്കുന്നവരുടെ ഹൃദയത്തിൻ്റെയും തണലാകും. ഇത് ലൈല കെയർ ഫൗണ്ടേഷൻ്റെ പ്രതിബദ്ധത. ഇന്ന് ക്രൈസ്റ്റ് ആർമിയുടെ നേതൃത്വത്തിൽ ഈ ദൈവിക ദൗത്യവുമായി മുമ്പോട്ട് പോവുകയാണ്. ജീവിതങ്ങളെ സ്പർശിക്കുന്ന ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരൂ.